ഹലോ അമ്മച്ചേരി ഹായ് പറഞ്ഞു. ഹായ്. ആ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാട്ടോ. അപ്പം ഞങ്ങളിന്ന് ഞങ്ങളുടെ വേറെ ഫ്രണ്ടിൻ്റെ ഇതാണ് അമ്മച്ചി ക്യാമറ. എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു, ഇവിടെയാണ് നോക്കണ്ടേ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ബർത്ത്ഡേക്ക് വന്ന, അപ്പം ഞങ്ങൾ ഇവരുടെ ബാക്ക് യാർഡിലൊക്കെ നോക്കിയപ്പോൾ നല്ല രസം കാണാൻ. ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുക. കൾക്കം പോലെയുള്ള ഞാൻ ഓർത്ത പാത്താന്ന് പറഞ്ഞ സാധനം ഉണ്ടോ, അങ്ങനത്തെ ഒരു സാധനം പോലെ ഉണ്ടായിരുന്നു. വലിയ മുട്ട ഇടുന്ന വലിയ കൾക്കണ്ടം പോലെ. ഇതിനകത്ത് ജോൺ പറഞ്ഞത് ആ വെള്ളയില്ലേ, വെള്ള കളറുള്ളതാണ്. വെള്ള കളറുള്ളത് എപ്പോഴും ആണായിരിക്കും, മറ്റേത് പെണ്ണാണ്. ശരി. ഇവര് ഈ ഒരു സെക്ഷൻ ഇവരുടെ മാത്രമാണ്. എന്നിട്ട് ഇതേ ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കുക. അപ്പുറത്ത് കോഴിയുണ്ട്, അവരങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി. ഇത് കണ്ടോ, കോഴീനെ ഇവര് ഉപദ്രവിക്കുന്നു. ശരി. അപ്പൊ ഇവിടെ അത് വെച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തേക്കുക. കോഴി അപ്പുറത്തുണ്ട്. കണ്ടോ കോഴികള്. കോഴിയെല്ലാം ചകഞ്ഞ് തിന്നുന്നുണ്ട്. തീറ്റി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു മൊയല് കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത്. കണ്ടോ, ഞാനും കണ്ടില്ലായിരുന്നു. അതിന് വെള്ളം കൊടുക്കാനേ നമ്മള് പിള്ളേർക്ക് പാൽക്കുപ്പി പോലെ ഇത് ഇട്ടേക്കണ കണ്ടോ, അതുണ്ടോ, അതിൽ കൂടെ നുണഞ്ഞു കുടിക്കും. കണ്ടോ, അവിടെയുണ്ട് ഒരു കൂടാരം പോലെ. അത് വേറെ കോഴികളാ. കുഞ്ഞുങ്ങളാണോ? അയ്യോ, ഒരു നല്ല വല്ല കളറുള്ള ഒരു. അതെ, അതിന് വേറൊരു കളറ് അല്ലേ. നല്ല രസമുണ്ട് അതിന്റെ കളറ് കാണാൻ. ഒരെണ്ണം ബ്ലാക്കും ഒരെണ്ണം ശരിക്കും ഒരു പ്രത്യേക തരം കോഴിയുടെ കളറേ അല്ല. കിടപ്പുണ്ടെന്തോ. അല്ല പടവലങ്ങൊന്നും അല്ല. എന്റെ പേരാണ് ഇപ്പൊ ചൊരക്ക. അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. എന്നതാ കുങ്കുമപ്പൂവോ? അതെവിടുന്ന് കിട്ടി? അയ്യോ, ഇത് ഇവിടെ എത്ര കൊല്ലമാണ്, 10 കൊല്ലമാണ് എന്റെ വീട്ടിൽ നടക്കുന്നത്. കുങ്കുമപ്പൂവോ? ഒരു തൈ ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഇതുണ്ട്. അതെല്ലാം ഈ കോഴി ഹാലിഡേ പേരാണല്ലേ ഇതെല്ലാം മൊത്തം. കോഴി ചെറിയോ, അതൊരു കുഴപ്പമായി കോഴിനെ വളർത്തിയാല്. അത് ഉള്ളി പോലെയായിരുന്നു. എന്തായിരുന്നു, ഇവിടെ മൊത്തം ഒരു ചെടിയായിരുന്നു. ഒരു കൂട്ടം ഉണ്ടായിരുന്നല്ലോ. കുങ്കുമപ്പൂവിന് ഭയങ്കര വിലയല്ലേ. പിന്നെ ഇത് കണ്ട ഏത്? കോഴി കയറിയ പണി കിട്ടുന്നത്. ആ കുഞ്ഞു പുല്ല് പോലെ നിക്കണ അല്ലേ, സഫറോണാണ്. അപ്പൊ അങ്ങനെയാണ്. അതിന്റെ അപ്പുറത്തും അതല്ലേ, അത് പുല്ലാണോ? ഓക്കെ, ഇതാണ്. അതിന്റെ പേരാണ് അമ്മച്ചി ഫിജോവ. ആഹാ, നല്ല പഴുത്താണ്. മുറിക്കാവേ. കത്തി ഉണ്ടെന്ന് കണ്ടോ, ഇത് മുറിച്ചിട്ട് ഇതിനകത്തെയാണ് ഇങ്ങനെ തിന്നുന്നത്. ഇങ്ങനെ നല്ലതാണ്. ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പേരക്കയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, ചെറിയ ടേസ്റ്റ്. ഇതാണ് സാധനം. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നോടെ മുറിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ സ്പൂണും കൊണ്ട്. ചെറിയൊരു പുളിയുണ്ട് അല്ലേ, ചെറിയ മധുരമുണ്ട്. നന്നായിട്ട് ഇവിടെ നന്നായിട്ട് കാഴ്ച കിടപ്പുണ്ട്. നല്ല പഴുത്ത നല്ല ഇതാണ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടോ. നമ്മള് പേരക്കാടെ ടേസ്റ്റ് പേരക്കാനാണോ അല്ലേ. പക്ഷെ ഇതകത്ത് ഇങ്ങനെ നമ്മളെ പേരക്കയുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അകത്ത് നമ്മള് അത് തന്നെ പാഷൻ ഫ്രൂട്ട് നമ്മള് സ്പൂണും കൊണ്ട് തിന്നണ പോലെ ഉണ്ട്. ഇവരൊക്കെ തിന്നോ പോലും. ഇവരുടെ മേളിൽ കിടക്കണ സാധനമാണല്ലോ ഇത്. അത് മറ്റേ ഇതല്ലേ, പുതിനയില. ഇത് വീട്ടിലും ഉണ്ട്, എനിക്കും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, കൊറേ ഉണ്ട്. ഇത് അമ്മച്ചി കണ്ടിട്ടുണ്ടോ? ഇത് കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് പെർസിമൻ. പക്ഷെ ഇത് ഞാൻ ഇവിടെ ശരിക്കും ആയിട്ടില്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് പറിക്കായിരുന്നു. ഇപ്പൊ നന്നായിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പളങ്ങയുടെ ടേസ്റ്റും ഉണ്ട്. അത് ശരി. എന്നാ എന്നാ പറഞ്ഞ എനിക്കിഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്. നല്ല വിലയാണ് ഇതിന്, പഴുത്ത് കഴിഞ്ഞാൽ നല്ല വിലയാണ്. അകത്തെയാണോ ഇതിൻ്റെ? അത് ഒന്നും ചെയ്യാനില്ല, കഴുകിയിട്ടങ്ങ് കണ്ടിച്ച് തിന്നാൽ മതി. തൊലി കളയണവരുണ്ടായിരിക്കും കേട്ടോ. അതല്ലേ അങ്ങ് അവിടെ കിടക്കണ പഴുത്താന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഉണ്ടോ? റെഡ് കളർ. ആ അത് കുറച്ച് കണക്കണ കാണാൻ ഒരു രസമുണ്ട് അല്ലേ, മഞ്ഞ കളറിൽ എങ്ങനെ. ആ ഒറ്റ നോട്ടത്തിൽ ഓറഞ്ചാന്ന് തോന്നുന്നു. ഏതാ? ആ ആ നാട്ടിലുള്ള ഉണ്ടമുളക്. ആ ശരിക്കും ഉണ്ടമുളക്. ആ ആ ഇതാണോ നമ്മൾ തൈരിലിട്ട് ആക്കണേ? അത് തന്നെ. ഇത് കണ്ടോ അമ്മച്ചി, മൂടിയിട്ടേക്കുവാ. ഞങ്ങളുടെ വീട്ടിൽ ആ തക്കാളി എല്ലാം പോയി. ഇവരിതേ മൂടി, ആ മൂടി ഇടുവാണെങ്കിൽ. പനിക്കൂർക്കാലം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ആ പനിക്കൂർക്ക. അയ്യോ ഇതുകൊണ്ട് ഒരാഴ്ച വെക്കടി. പനിക്കൂർക്കാല ആവി പിടിക്കാനൊക്കെ നല്ലതാണ്. ശകലം തണ്ടെടുത്താൽ മതി. എന്താ കാപ്സിക്കം ദോശമുണ്ട്. ആ അതെ ക്യാപ്സിക്കം കിടക്കണം. കാപ്സിക്കം മൂടി ഇടണമെന്ന്. ഞങ്ങളുടെ അതെല്ലാം പോയല്ലോ. മുളക് നമ്മുടെ ആ ഇതിങ്ങനെ മൂടി ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ്. അമ്മച്ചിക്ക് ന്യൂസിലാൻഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു മോളെ. ഇവിടെ വല്ല കൂട്ടുകാരുടെ ഒരു കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതാണേ. അന്നേരം ഇതൊക്കെ കണ്ട് അതൊക്കെ നോക്കുക. അമ്മച്ചിക്ക് ഇവിടുത്തെ കൃഷിയൊക്കെ ആ എല്ലാം കൃഷിയും ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്നതെല്ലാം. ഇവിടെയൊക്കെ ചട്ടി നമുക്ക് സ്ഥലം കുറച്ചുള്ളെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് വെച്ച് ഉണ്ടാക്കാന്നേ കുറെ സാധനമൊക്കെ. സാധനമുണ്ട്, ചട്ടിയുണ്ട്, കാപ്സിക്കം, പച്ചമുളക്, മുളക് എല്ലാം ചട്ടിക്കകത്തൊക്കെ നിൽക്കുന്നത്. അമ്മച്ചിക്ക് ന്യൂസിലാൻഡ് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞേ. തണുപ്പല്ലെങ്കിൽ അല്ലേ? അതെ തണുപ്പ് മാത്രമാണ്. ആ ഈ കാറ്റ് ഇപ്പൊ നല്ല കാറ്റായോണ്ട് കാര്യം വെയിലുണ്ടെങ്കിലും കാറ്റ് വരുമ്പോ കാറ്റുള്ളതുകൊണ്ട് തണുപ്പാണ്. അതാണ് ഇവിടത്തെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ എല്ലാം നല്ലതാണ്. ആ എനിക്ക് നമ്മുടെ നാട് കേരളത്തിനേക്കാളും ഒക്കെ ഇഷ്ടം ന്യൂസിലാൻഡ്. അയ്യോ എനിക്ക് പോയില്ലേ, പോവാൻ പ്ലാൻ ഇല്ലെന്ന് തോന്നുന്നു. ന്യൂസിലാൻഡ് നല്ല ഇഷ്ടപ്പെട്ടു. വേറെ എന്നാ ന്യൂസിലാൻഡ് ഇഷ്ടപ്പെട്ട? എല്ലാം ഇഷ്ടപ്പെട്ടു. കാലാവസ്ഥ തന്നെ വെയിലുണ്ടെങ്കിലും ഈ കാറ്റ് കാറ്റ് മാത്രമാണ് പ്രശ്നം. അതെ അതെ അതെ. കാറ്റില്ലായിരുന്നെങ്കിൽ അമ്മച്ചി ന്യൂസിലാൻഡിൽ നിന്ന് പോവില്ലായിരുന്നു. അതെ അതെ പോണമെന്നില്ലെന്ന്. അതെ അതെ. അല്ല ഒന്ന് വരുന്നവർക്ക് പിന്നെ വരാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ചിലർക്ക് ഇഷ്ടമല്ല. ചിലരൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന പേരൻസിന് ചിലർക്ക് തിരിച്ചു വരാൻ ഇഷ്ടമല്ല. എന്നാന്ന് വെച്ചാല് കാലാവസ്ഥയുണ്ട്, പിന്നെ ഒറ്റപ്പെട്ടു പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ. ഇവിടെ പിന്നെ 3-4 പിള്ളേരുണ്ട്. പിന്നെ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ പിള്ളേർ 3 മണി തൊട്ട് പിള്ളേരുണ്ട്. പിന്നെ അന്നേരം അറിയത്തില്ല, ഒറ്റയ്ക്കുള്ള ഇരിപ്പിന്റെ അറിയത്തില്ല. പിന്നെ അവര് ലീവ് അവർക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോകും. അതെ അടിച്ചു പൊളിച്ചങ്ങ് നടക്കുവാണ്. വേഷമൊക്കെ കണ്ടില്ലേ? ബൈ ബൈ.